നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരിടവേളയ്ക്ക് ശേഷം അമരമ്പലത്ത് വീണ്ടും കരടിയുടെ സാന്നിധ്യം. ചള്ളിയോട് നാട്ടക്കല്ലിൽ കൃഷിയിടത്തിലുണ്ടായിരുന്ന തേൻപെട്ടികൾ നശിപ്പിച്ച് കരടി. ഒരിടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. ചുള്ളിയോട് നാട്ടക്കല്ല് കരിമ്പനക്കൽ മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ കരടി നിരവധി തേൻപെട്ടികൾ നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കരടി സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. പുലർച്ചെ 3 മണിയോടെയാണ് കരടി കൃഷിയിടത്തിലേക്കും തേൻപെട്ടികൾ തകർത്ത ശേഷം തേൻ ഭക്ഷിച്ചതും. 24ഓളം തേൻപെട്ടികളാണ് നശിപ്പിക്കപ്പെട്ടത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് മുഹമ്മദ് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ABC പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്ധ്യംകരിക്കണമെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. രാഹുലിനെ കൊണ്ട് KPCC രാജിവെപ്പിക്കണമെന്നും രാഹുൽ MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഒരു മൃഗത്തെ പോലെ, സൈക്കോപാത്തിനെ പോലെ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്ര ഗുളിക കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും ഈ സൈക്കോപാത്തിനെ ആഭ്യന്തര വകുപ്പ് എത്രയും വേഗം വന്ധ്യംകരിക്കണമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം. പീഡനവീരന് ആദരാഞ്ജലികൾ. റീത്തുമായി രാഹുലിന്റെ ഓഫീസിലേക്ക് DYFI മാർച്ച്. തടഞ്ഞ പോലീസ്. പ്രദേശത്ത് സംഘർഷം. യുവതിയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. രാഹുലിന്റെ പാലക്കാട് MLA ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പീഡനവീരന് ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തുമായി എത്തിയ DYFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. എന്നാൽ ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി. ഇവരെ മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. പ്രദേശത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും തുടരുകയാണ്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഫീസ് പരിസരത്ത് വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചെങ്ങന്നൂർ IHRD കോളേജിൽ ബസ് അറ്റകുറ്റപ്പണിക്കിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. കട്ടച്ചിറ സ്വദേശിയായ കുഞ്ഞുമോനാണ് മരിച്ചത്. 2 ദിവസമായി ബസ് കേടായി കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ മെക്കാനിക് എത്തി അറ്റകുറ്റപ്പണികൾ നടത്തി വരികയായിരുന്നു. വൈകിട്ട് 6ഓടെയായിരുന്നു അപകടം നടന്നത്. അമിതമായി ചൂടായി എഞ്ചിന്റെ ടർബോ ഭാഗം പൊട്ടിത്തെറിച്ചതായാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോനെ ആദ്യ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ തിരുവല്ല സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേക അറിയിപ്പ്. നാളെ പ്രാദേശിക അവധി. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആസ്വദിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ അറിയിച്ചു.